നമസ്കാരം. സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം പിടിക്കുകയാണ്. ഇതാദ്യമായാണ് മുംബൈ കോർപ്പറേഷനിൽ ബി.ജെ.പി നിർണായക സഖ്യകക്ഷിയായി ഭരണം പിടിക്കുന്നത്. ഇതോടെ 2.5 പതിറ്റാണ്ട് നീണ്ട ഏതാണ്ട് 30 വർഷത്തോളം നീണ്ട ശിവസേന ഭരണത്തിന് അറുതിയാവുകയാണ്. പോരിനൊടുവിൽ കൈകോർത്ത രാജ് താക്കറെ സഹോദരങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ലഭിക്കുന്നത്. ഇതിനകം ലീഡ് നിലകൾ പരിശോധിച്ചാൽ 114 എന്ന മാന്ത്രിക സംഖ്യ ബി.ജെ.പി സഖ്യം മറികടന്നിരിക്കുന്നു. 119 സീറ്റുകളിലാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സഖ്യം ലീഡ് ചെയ്യുന്നത്. അതിൽ തന്നെ 93 സീറ്റുകളിൽ ബി.ജെ.പി മുന്നിലാണ്. കഴിഞ്ഞ തവണ നേടിയ 82 സീറ്റുകളാണ് പാർട്ടിയെ സംബന്ധിച്ച് ബൃഹൻ മുംബൈ കോർപ്പറേഷനിൽ ബി.ജെ.പി സംബന്ധിച്ച് വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇക്കുറി അതും മറികടന്ന് വലിയ നേട്ടം പാർട്ടിക്കുണ്ടാവുന്നുവെന്നാണ് ലീഡ് നിലകൾ വ്യക്തമാക്കുന്നത്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന് നിലവിൽ സീറ്റ് നിലയനുസരിച്ച് 26 സീറ്റുകളാണ് നേടാനായിട്ടുള്ളത്. ഷിൻഡെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മുംബൈയിൽ നിന്ന് ലഭിക്കുന്ന സീറ്റുകൾ നേട്ടമാണ്. അവരുടെ തട്ടകം താനെയാണ്. അതുകൊണ്ട് തന്നെ ശിവസേനയുടെ പിളർപ്പിന് ശേഷം മുംബൈയിൽ നേടുന്ന വിജയങ്ങൾ ബോണസ് നേട്ടമായാണ് ഷിൻഡെ വിഭാഗം കരുതുന്നത്. ഏതാണ്ട് പൂർണ്ണമായി ബി.ജെ.പിയുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന തരത്തിലാണ് ഒടുവിൽ ലീഡ് നിലകൾ നൽകുന്ന സൂചനകൾ. നേരത്തെ അവിഭക്ത ശിവസേനയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ സമീപനം. അവിടെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് ശിവസേനയായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുന്നുവെന്നാണ് കാണാനാവുക. ഉദ്ധവ് താക്കറെയുടെ ക്യാമ്പിലേക്ക് വന്നാൽ അവിടെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 84 സീറ്റ് നേടിയെടുത്ത് ഇത്തവണ 61 സീറ്റുകളിലാണ് ഉദ്ധവ് താക്കറെയുടെ വിഭാഗം ലീഡ് ചെയ്യുന്നത്. ഒപ്പം മത്സരിച്ച രാജ് താക്കറെയുടെ MNS 9 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡിയും കോൺഗ്രസും ഒന്നിച്ചാണ് മത്സരരംഗത്തുള്ളത്. ബി.ജെ.പിയും ശിവസേനയും RPI അത്തേവാല വിഭാഗവും മഹായുതി സഖ്യത്തിൽ കൈകോർക്കുന്നു. ശിവസേന UBTയും MNSഉം ശരത് പവാറിന്റെ NCPയും തമ്മിൽ മറ്റൊരു സഖ്യമുണ്ട്. NCP അജിത് പവാർ വിഭാഗം ഒറ്റയ്ക്കും മത്സരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാവുന്നതായാണ് കാണാനാവുന്നത്. 13 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സഖ്യങ്ങൾ തള്ളി മുംബൈയിൽ മത്സരിക്കാനിറങ്ങിയ അജിത് പവാറിന്റെ NCPക്ക് 2 സീറ്റുകളിൽ നേട്ടമുണ്ട്. മറ്റു പാർട്ടികൾ 8 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിങ്ങനെയാണ് മുംബൈ കോർപ്പറേഷനിലെ നിലവിലെ ഫലങ്ങൾ. 1985 ശിവസേന മുംബൈയിൽ ആദ്യമായി അധികാരത്തിലെത്തുന്നത്. 1992 പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് അധികാരം പിടിച്ചതായി നമുക്ക് കാണാം. എന്നാൽ പിന്നീട് വീണ്ടും അധികാരം പിടിച്ചടക്കി തുടർന്നിരുന്ന ഉദ്ധവ് താക്കറെയ്ക്കും താക്കറെ കുടുംബത്തിനും കനത്ത തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഏൽക്കുന്നതായാണ് കാണാനാവുന്നത്. എക്സിറ്റ് പോളുകൾ അടക്കം പ്രവചിച്ചതിനോട് ചേർന്നു പോകുന്ന തരത്തിലാണ് നിലവിൽ മുംബൈ കോർപ്പറേഷൻ ഭരണ ഫലമെന്ന് കാണാം. മൃഗീയമായ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ബി.ജെ.പി അധികാരത്തിലേക്ക് വരികയാണ് എന്ന് തന്നെയാണ് സൂചനകൾ. തെരഞ്ഞെടുപ്പിനിടെ ഉയർന്ന വിവാദങ്ങൾ ബി.ജെ.പിക്ക് കാര്യമായ പ്രതിസന്ധി സൃഷ്ടിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഒടുവിലെ സീറ്റ് നിലയനുസരിച്ച് ലീഡ് നിലയനുസരിച്ച് ബി.ജെ.പി എതിരാളികളായ കോൺഗ്രസിനെയും ശിവസേന UBT MNS NCP SP എന്നിവരെയും ഏറെ പിന്നിലാക്കിയാണ് മുന്നേറുന്നത്. മുംബൈയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ ഭാവിയെയും ഏക്നാഥ് ഷിൻഡെയുടെ സ്വാധീനത്തെയും അളക്കുന്ന നിർണായക വിധിയെഴുത്താകും ഈ ഫലമെന്ന് കൂടി കരുതേണ്ടതുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ കോർപ്പറേഷനാണ് BMC. 50,000 കോടിയിലധികം രൂപയുടെ വാർഷിക ബജറ്റുള്ള ഈ സമിതിയുടെ ഭരണം പിടിക്കുക എന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അധികാരമുറപ്പിക്കാൻ ഏതൊരു പാർട്ടിക്കും അത്യാവശ്യമാണ്. മുംബൈക്ക് പുറമെ മറ്റ് 28 കോർപ്പറേഷനുകളിലും ബി.ജെ.പി ലീഡ് തുടരുന്നതാണ് കാഴ്ച. 2869 വാർഡുകളിലേക്ക് നടന്ന മത്സരത്തിൽ 1161 ഇടത്ത് ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നു. 293 ഇടത്ത് ശിവസേന ഷിൻഡെ വിഭാഗവും 218 ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. NCP AP 130 ഇടങ്ങളിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 136 ഇടങ്ങളിലും IIM 75 ഇടങ്ങളിലും ലീഡ് ചെയ്യുന്നുണ്ട്. ശരത് പവാറും അനന്തരവൻ അജിത് പവാറും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ കൈകോർത്തിരുന്നെങ്കിലും പൂനെ, പിംപ്രി ചിച്ച്വാഡ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ ഏകീകൃത NCP സഖ്യത്തെ ബി.ജെ.പി മറികടന്നതായാണ് നിലവിലെ ലീഡ് ഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. കോലാപൂർ, സത്താര, സോലാപൂർ, സാംഗ്ലി എന്നിവയുൾപ്പെടെ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ ബോഡികളിലും ബി.ജെ.പി ആണ് ലീഡ് ചെയ്യുന്നത്. ഏകീകൃത NCP ഉയർത്തിയ വെല്ലുവിളികളെ സമർത്ഥമായി നേരിടാൻ ഫഡ്നവിസിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പിക്ക് ആയി എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ കണക്കുകൾ. ശിവസേന പിളർന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണിത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. യഥാർത്ഥ ശിവസേന ആരുടേതെന്ന തർക്കത്തിന് നിയമ പോരാട്ടങ്ങൾക്കപ്പുറം ജനകീയ കോടതി നൽകുന്ന മറുപടിയാകും ഈ ഫലം. നിരവധി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുംബൈ ഉൾപ്പെടെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മിക്കതിന്റെയും കാലാവധി 2020 2023 ഇടയിൽ അവസാനിച്ചതാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനവും വളരെ കുറവായിരുന്നു. 2017 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 55.53% നിന്ന് ഇത്തവണ 52.94% എന്ന നിലയിലേക്ക് പോളിംഗ് താഴ്ന്നിരുന്നു.
ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ VIP മേഖലകൾ വോട്ടെടുപ്പിനോട് തണുപ്പൻ പ്രതികരണമാണ് കാണിച്ചത്. എന്നാൽ പാർട്ടികൾക്ക് അല്പമെങ്കിലും ആശ്വാസമായത് ചേരി മേഖലകളിലെ പോളിംഗ് ആയിരുന്നു. മുംബൈയിൽ ഓരോ വാർഡിലും ഓരോ കോർപ്പറേറ്റർമാർ വിജയിക്കുമ്പോൾ മറ്റ് കോർപ്പറേഷനുകളിൽ ഓരോ വാർഡിലും 4 സ്ഥാനാർത്ഥികളാണ് വിജയിക്കുക. 2 ജനറൽ, 1 OBC, 1 വനിത എന്നിങ്ങനെയാണ് ഇവിടെ ഓരോ വാർഡിലും വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക. ഈ കോർപ്പറേഷനുകളിലെ മത്സര ചിത്രം സങ്കീർണമായതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഫലം വരുന്നതുവരെ കാത്തിരുന്നാലേ വിവരങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. 2017 മഹാരാഷ്ട്രയിലെ നഗരസഭകളിലേക്ക് അവസാനമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോവിഡിൽ തെരഞ്ഞെടുപ്പ് നീളുകയായിരുന്നു. പിന്നീട് 2022 OBC സംവരണ തർക്കത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മുടങ്ങി. തുടർന്ന് കമ്മീഷണർ ഭരണത്തിലായിരുന്നു നഗരസഭകൾ. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറാഠി വിഭാഗം എന്ന വികാരത്തെ മുൻനിർത്തി ഉദ്ധവ് താക്കറെ വോട്ടർമാരെ സമീപിച്ചപ്പോൾ വികസനവും ഹിന്ദുത്വവും ചേർത്ത് വെച്ചാണ് BJP ഷിൻഡെ സഖ്യം പ്രചാരണം നടത്തിയത്. മുംബൈയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യാ കണക്കുകളും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാം. ഗുജറാത്ത് ഉത്തരേന്ത്യൻ വോട്ടർമാരുടെ ഏകീകരണം BJPക്ക് ഗുണകരമായപ്പോൾ പരമ്പരാഗത മറാഠി വോട്ടുകളിൽ വിള്ളലുണ്ടായി എന്നത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് കനത്ത വെല്ലുവിളിയായതായി നമുക്കിപ്പോൾ കാണാനാവുന്നുണ്ട്.